വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റാറി സിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. ഞങ്ങളുടെ അല്ല കേട്ടോ, ഞങ്ങളുടെ പപ്പയുടെ മമ്മയുടെ. അപ്പോൾ നമുക്ക് കണ്ടാലോ? നമുക്ക് തുടങ്ങാം. വാ ഇങ്ങോട്ട് വാ. സാമ്പാറിന് ആദ്യം അരിയണം. സാമ്പാറിന് ആദ്യം അരിയണം. എന്റെ ഒരു ഭാഗ്യം എന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത്. എല്ലാ ജോലിയും ചെയ്യും. നീ പല ഞാൻ വെട്ടി തരത്തില്ല ജോലി. സാമ്പാറിന്റെ ഈ കഷ്ണം ആദ്യം അരിയണം. ബീൻസ് ആണ് ആദ്യം അരിയണം. അത് കിഴങ്ങിന്റെ വലിപ്പമൊക്കെ അളന്ന് തിട്ടപ്പെടുത്തിയായിരിക്കും തരുന്നത്. മെഷർമെന്റ് എടുത്താണ് സാമ്പാറിന്റെ കഷ്ണം. സാമ്പാറിന്റെ കഷ്ണമാണ് ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ക്യാരറ്റ്. പിന്നെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് അധികം നിങ്ങൾ കാണാൻ വേണ്ടി ഒന്നും തന്നില്ല. ഒരു നോർമൽ അവരുടെ ഒരു ലൈഫ്. ഞങ്ങളില്ലാത്ത സമയത്ത് അവരുടെ ഒരു ചെറിയ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്, അവരുടേതായ ഒരു ലോകം. അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തു തരാൻ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി അവരെടുത്ത് തന്നൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. പിന്നെ മമ്മിയെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യം തന്നെ പപ്പ. കാരണം മമ്മി ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ പപ്പ സമ്മതിക്കാറില്ല. തുണി കഴുകാനാണെങ്കിലും തുണി വിരിക്കാനാണെങ്കിലും അതുപോലെ പച്ചക്കറി അരിഞ്ഞു കൊടുക്കാനാണെങ്കിലും കറി വെക്കാനാവട്ടെ എല്ലാത്തിനും പപ്പ മമ്മിയുടെ കൂടെ തന്നെ കാണും. അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് ജോലിയില്ലാത്ത ദിവസങ്ങളിൽ പപ്പയും മമ്മിയും ഒരുമിച്ചാണ് തുണി കഴുകുന്നത്, തൂക്കുന്നത്, കറി വെക്കുന്നത്, അങ്ങനെ അവരുടേതായ ഒരു ലോകം. ഇനി നമുക്ക് പപ്പയുടെ ഒരു പാട്ട് കേൾക്കാം. മമ്മിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്. സ്നേഹം നമുക്ക് അറിയാം. എന്റെ ഞാൻ മെനക്കെട്ട് ഇവിടെ നിൽക്കുന്നേ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. തേങ്ങയൊക്കെ കണ്ടുപിടിച്ച ആരാണെന്ന് തോന്നുന്നു. തേങ്ങ പയറിന ഓരോരോ ഐറ്റങ്ങളേ. അല്ല ഈ തേങ്ങ ഈ പയർ പറഞ്ഞാൽ തേങ്ങ ഇടണമെന്ന് അത് ആരാ കണ്ടുപിടിച്ച പണ്ടുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ ചെയ്യുക. അതുപോലെ ഇങ്ങനെ ചെയ്ത് പോവുക. സാമ്പാർ റെഡിയായി. നേരത്തെ പയർ തോരനല്ലേ? പയർ തോരൻ വെക്കുന്നതിന് മുമ്പ് എനിക്കൊരു റെസ്റ്റ് എടുക്കണം. വെള്ളം കുടിച്ചിട്ട് പച്ചമുളക് വെച്ചാൽ കീറിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലേ? ഉണ്ട്. ഇഞ്ചി, ഈ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പകുതി വെളുത്തുള്ളി പകുതി നല്ലോണം ചതച്ചു. ഉള്ളി അങ്ങനെ അരിയുന്നുണ്ടോ? ഇങ്ങനെ എടുക്കുക, മൂടി ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് കളയുക. എനിക്കറിയാതെ മൂട് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം. മൂട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക. തക്കാളി ഇങ്ങനെ അളിയനെ പഠിപ്പിച്ച് ഇങ്ങനെ ഉള്ളി അരിയുന്നല്ലേ നഖം ഇങ്ങനെ പുറമോട്ട് പോകും. പയറ് അയ്യോ വേറെ അരിഞ്ഞു വരും. ഉള്ളിയോ റെഡിയായോ? സാമ്പാറോ? സാമ്പാർ നല്ല അരപ്പെട്ടി ഇനി കടുവ വെക്കണം. പിന്നെ നമ്മൾ വാങ്ങാണ്ടി അത് വിസിലടിച്ച് വെച്ച് ഇതൊന്ന് തിളച്ചാൽ മതി. നല്ലൊരു അരപ്പെല്ലാം ഇട്ട് തിളച്ചിട്ട് നമുക്ക് ഇനി കടുവ വെക്കാം. ഇത് തോർത്തി വെക്കാം. പയറ് തോന്നി അതൊരു ചൂടല്ലേ. ഇത് പച്ചമുളക് എന്താണ് എടുക്കുന്നത്? പച്ചമുളക് ആ ഉള്ളി നല്ലോണം വഴറ്റിട്ട് നല്ല മെറും കട്ടാവുന്നുണ്ടല്ലേ. കൊണ്ട് നോക്കിയോ? വെള്ളം എല്ലാം പറ്റി നല്ലതായച്ചാ റെഡി അയച്ചാൽ ടേസ്റ്റ് ചെയ്ത് നോക്കെ. കഴിക്കാം. ഇന്നത്തെ നമ്മുടെ ഒരു ദിവസമാണ്. സാമ്പാർ ഉണ്ടാക്കി, പയർ തോര ഉണ്ടാക്കി, എല്ലാം ഞാൻ അരിഞ്ഞിട്ട് റോസ്റ്റ് ഉണ്ടാക്കി. ഇനി കഴിക്കാം. ഓക്കെ, വിളിക്കൂ. ആവശ്യമില്ല കുറേശ്ശെ ഞാൻ ഇട്ടുണ്ടോ കേട്ടോ. ഇത് പണി ചെയ്ത് വയറ് വിശന്നിരിക്കുക തോന്നിയത്. നല്ല മണം സാമ്പാറിന്റെ. ഞാൻ അരിഞ്ഞോണ്ടായിട്ടോ. എല്ലാം റെഡിയാണ്. നല്ല ഉപ്പ് നോക്കിയല്ലേ? സൂപ്പറാ. സൂപ്പർ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം എൻജോയ്മെൻറ്റും സന്തോഷം നൽകിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. കാരണം അവരുടേതായ ഒരു മൊമെൻറ്റ്സും ഞങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും സംസാരം ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സ്റ്റാറി സിസ്റ്റേഴ്സ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.